ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സൂലസ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഫുൾ ചിക്കൻ വെച്ചിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പീൻ്റെ വീഡിയോയുമായിട്ടാണ്. നല്ലൊരു ടേസ്റ്റി റെസിപ്പിയാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമുക്കിതിൻ്റെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇതിനായിട്ടൊരു ഫുൾ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് നന്നായി കഴുകി ഇങ്ങനെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ വരെ യോഗേട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ തൈര ഉള്ളതെങ്കിൽ അത് ചേർത്താലും മതി. അതുപോലെ ഒരു ചെറുനാരങ്ങൻ്റെ നീരും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. നിങ്ങൾ തൈര ചേർക്കുന്നെങ്കിൽ 1 ടേബിൾ സ്പൂൺ പോലെ തൈര് ചേർത്താൽ മതി. കാരണം ചെറുനാരങ്ങയും തൈരും കൂടി ആകുമ്പോൾ നല്ലൊരു പുളിയായി പോവും. ഇപ്പം നന്നായിട്ട് മേരിച്ച് അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് ഈ ഒരു യോഗട്ടും ഉപ്പും ചെറുനാരങ്ങൻ്റെ നീരൊക്കെ അതൊക്കെ നന്നായിട്ട് പിടിപ്പിക്കണം. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് നമ്മൾ ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാവും, നല്ലൊരു ടേസ്റ്റും കിട്ടുകയും ചെയ്യും. അങ്ങനെ നന്നായിട്ട് നമ്മുടെ തൈരും ഉപ്പൊക്കെ മാരിനേറ്റ് ചെയ്തിട്ടുള്ള ചിക്കൻ നമുക്ക് ഒരു 10-15 മിനിറ്റ് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. ഒരു മിക്സിൻ്റെ ജാറിലേക്ക് നമുക്കൊരു 10 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതുപോലെ കുറച്ച് കാന്താരി മുളക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു ചെറിയ ഉള്ളിയും കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് മല്ലി ഇലയും പുതിന ഇലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വരെ ഗരം മസാല പൊടിച്ചത് ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു ടേബിൾ സ്പൂൺ വരെ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ വരെ യോഗേട്ട് ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ തൈരാണെങ്കിൽ അത് ചേർത്താലും മതി. ഒരു 1/2 ടേബിൾ സ്പൂൺ വരെ കുരുമുളക്, മുതുമൻ കുരുമുളക്, അതും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. ഇങ്ങനെ അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു മിക്സ് നമുക്ക് ചിക്കനിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് തന്നെ എല്ലാ സ്ഥലത്തും നന്നായിട്ട് ഇതുപോലെ തേച്ച് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഉൾഭാഗത്തും ഒക്കെ തേച്ചിട്ട് പിടിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇനി നമ്മുടെ ഈ ഒരു ചിക്കൻ നമുക്ക് 3 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇത് 3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ ചിക്കൻ ഫ്രൈ ആക്കാൻ വേണ്ടി പുറത്തേക്ക് എടുത്തതാണ്. അപ്പോൾ നമ്മുടെ ചിക്കനിലേക്കൊക്കെ നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ കൂടുതൽ സമയം വെക്കണമെങ്കിൽ കൂടുതൽ സമയം വെക്കാം. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ഈ ഒരു കാല് നമുക്ക് നൂല് വെച്ചിട്ട് കെട്ടിക്കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെറിയ ചീഞ്ചട്ടിയിലൊക്കെ പൊരിക്കുന്ന ടൈമിന് അതിങ്ങനെ അകന്നിട്ട് അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് കാലൊന്ന് കെട്ടിക്കൊടുക്കുന്നത്. ഇത് പൊരിക്കാനായിട്ട് ഒരു കുയ്യിലെ ചീഞ്ചട്ടിയാണ് എടുത്തിട്ട് ഞാൻ അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ട് ചിക്കൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മസാല ആ പാത്രത്തിൽ ബാക്കിയുണ്ട്, അത് ഞാൻ അങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ആവശ്യമില്ലാന്ന്. അപ്പോൾ അത് മൂടി വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പം ചെറിയ തീയിൽ വെച്ചിട്ടാണുള്ളത്. അപ്പോൾ ചിക്കൻ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഇറങ്ങിയിട്ട് നമ്മൾ ചിക്കനൊക്കെ നന്നായിട്ട് ഒന്ന് ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ട് വരും. അതിന് വേണ്ടിയിട്ടാണ് ഗ്യാസ് കുറച്ച് വെച്ചിട്ട് അത് ആദ്യം ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കത് ഒരു സൈഡ് മറിച്ചിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ഈ ഒരു വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി കഴിഞ്ഞ ശേഷം നമുക്ക് മൂടിയൊക്കെ മാറ്റിയിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഒരു സൈഡ് മറിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും ഞാൻ ഇതുപോലെ പൊത്തി കൊടുത്തിട്ടുണ്ട് കുറച്ച് സമയത്തേക്കും കൂടി. ഇപ്പം നമ്മുടെ ചിക്കൻ ഇറങ്ങി വന്ന വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇപ്പം എണ്ണയിലാണ് നമ്മൾ ചിക്കൻ ഉള്ളത്. അപ്പോൾ എല്ലാ സൈഡും ഞാനിങ്ങനെ തിരിച്ചിട്ടിട്ട് ഫ്രൈ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ തീ നന്നായിട്ട് കൂട്ടിയിട്ട് തന്നെയാണ് എല്ലാ സൈഡും ഇപ്പം ലാസ്റ്റ് മുരിച്ചെടുക്കുന്നത്. ഇപ്പം എല്ലാ സൈഡും നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിത് ഈ എണ്ണയിൽ നിന്ന് അങ്ങോട്ടേക്ക് കോരിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത് ഈ ചീഞ്ചട്ടിയിൽ തന്നെ നമുക്ക് കുറച്ചുകൂടി എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊരു വലിയ ഉള്ളി മുറിച്ചത് ഇട്ട് കൊടുക്കാം. അപ്പം നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളിയാണെന്നുണ്ടെങ്കിൽ 2 ഇട്ടാൽ മതി. അപ്പം ഞാൻ വലിയൊരു ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം.
ഇപ്പം നമ്മുടെ ഉള്ളി നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 തക്കാളി ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി അതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ പോലെ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. കാരണം നമ്മുടെ ഈ ഒരു മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ്, ഓൾറെഡി ചിക്കനൊക്കെ നന്നായിട്ട് ഉപ്പുണ്ട്, എന്നാലും അതിൻ്റെ ഒരു മസാലയ്ക്ക് ഒരു ഉപ്പ് വേണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ പോലെ ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി വന്നതിന് ശേഷം നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ചിക്കനിലെ ബാക്കി മസാലയും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനത് അങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ടുണ്ടെന്ന്. കാരണം നമുക്ക് ഈ ഒരു മസാല, ഉള്ളിയും തക്കാളിയൊക്കെ ഈ ഒരു വഴറ്റിയിട്ടുള്ള ഈ ഒരു കൂട്ടിലേക്ക് നമുക്ക് ആ ഒരു മസാല കൂട്ടും കൂടി ഒഴിച്ചു കൊടുക്കണം. ഇതിനാണ് അങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു മസാല നന്നായി തിളച്ച് കുറുകി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്കൊരു പിടി മല്ലി പുതിന ഇലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുത്തോ. ഞാൻ കുറച്ചാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഫുള്ളായിട്ടുള്ള ചിക്കൻ അതിങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല പുതിയണ പോലത്തുള്ള ഈ ഒരു ചിക്കൻ ഇതിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ സൈഡിലൊക്കെ നമ്മുടെ ഈ ഒരു മസാല ഇങ്ങനെ എടുത്ത് ഇങ്ങനെ എല്ലാ സൈഡിലും അത് പിടിപ്പിച്ച് കൊടുക്കാം. അപ്പം ഈ ഒരു സമയത്ത് നമ്മുടെ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് മസാല കത്തും. അപ്പം നമുക്കിതൊന്ന് നമ്മുടെ ഈ ഒരു ചിക്കനിൽ ഈ ഒരു മസാലക്കൂട്ടൊക്കെ പിടിക്കാൻ വേണ്ടി നമുക്കിതൊന്ന് കുറച്ച് സമയം നമുക്ക് അടച്ച് വെക്കണം. അപ്പോൾ അതിന് മുമ്പിൽ എല്ലാ സൈഡിലേക്കും ഞാൻ ഈ ഒരു ഉള്ളീൻ്റെ ഈ ഒരു മസാലക്കൂട്ട് ഞാൻ ചിക്കനിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് 2 മിനിറ്റ് വരെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഫുൾ ചിക്കനെ കൊണ്ടുള്ള ഈ ഒരു റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം. അപ്പം എല്ലാവർക്കും ഇഷ്ടം, നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. നെയ്ച്ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റ് ഡിഷാണിത്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ എൻ്റെ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യും വേണം. അപ്പം വീണ്ടും പുതിയ വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ, ഇൻഷാ അല്ലാഹ്.